When you hear mental health at work, what comes to your mind? Whether I have the mental stability to complete the work in a good, in an efficient manner. Great, ma'am. Great. Thank you. I can prioritize and do the work with Yeah, priorities. So that will create less pressure on it. Harmonious relationships among colleagues so that we can focus on work. Great. I hope I had to keep you also there. Thank you. World Health Organization പറഞ്ഞിട്ടുണ്ട് well-being ആണ്, and it's all through the individual how they realizes their own abilities. Okay, and it's through the how we cope up with the normal stressors of life. You have been telling about that, and also how productively and fruitfully you are dealing with all the work and your life. And it's like it makes a contribution to ourselves and the community. All these together is how World Health Organization have been described about mental health, the definition. So we are trying to go through this way. As I said, ഒരു രോഗം ഇല്ലാത്തൊരവസ്ഥ അത് മാത്രമല്ല ആക്ച്വലി മെന്റൽ ഹെൽത്ത്. ഫിസിക്കൽ ഹെൽത്തിൽ ഒരു ഹെൽത്തി ബോഡിയിലാണ് ഹെൽത്തി മൈൻഡ് ഉള്ളത്, ശരിയാണ്. പക്ഷേ ഒരു രോഗമില്ലാത്ത മെന്റലി ഒരു രോഗമില്ലാത്ത അവസ്ഥയാണ് മെന്റൽ ഹെൽത്ത്. നമുക്കൊരു മിത്ത് ഉണ്ട്. അങ്ങനെയല്ല, നമുക്ക് ഓൾറെഡി ലോട്ട് ഓഫ് പ്രഷേഴ്സ് ഡീൽ ചെയ്യുന്ന സിറ്റുവേഷനിലും ഒരാൾക്ക് പാനിക് അറ്റാക്ക് വരാം, കൊളാപ്സ് ആവാം. That doesn't mean that person is labeled with depression or anxiety. അല്ലെങ്കിൽ ഡിപ്രഷൻ ഓർ ആൻസൈറ്റി ഉള്ള ഒരാൾക്കും ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ പുറത്ത് പ്രോപ്പർ ഒരു വേയില് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു മിത്താണ് സൊസൈറ്റിയിൽ മുഴുവനും ഉള്ളതും. അതുകൊണ്ട് തന്നെയാണ് ഒരു ഹാർട്ട് അറ്റാക്കോ എൻജിയോപ്ലാസ്റ്റിയോ ചെയ്ത ഒരാളിനെ കാണുന്നത് പോലെയല്ല നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നമ്മൾ ആസ് എ സൊസൈറ്റി ഒരു തിരിച്ച് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഒരു ഓഫീസിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഒരു ഇതിൽ ഒരു ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കോമൺ പ്ലേസിൽ വരുമ്പോൾ അവർ നമ്മൾ അറ്റ്ലീസ്റ്റ് ബോട്ടം ഓഫ് ദ ഹാർട്ടിനെങ്കിലും അവർ കാണുന്ന ഒരു കുറച്ചൊരു ഡിഫറെന്റ് വേയിലാണ്. സോ ആ വേ നമ്മൾ എപ്പോൾ മാറ്റുന്നോ അപ്പോൾ മാത്രമേ എല്ലാവർക്കും ഒരേപോലെ ഇത്രയും സൈക്യാട്രിസ്റ്റും ഇത്രയും സൈക്കോളജിസ്റ്റും ഇത്രയും ഡിപ്പാർട്ട്മെന്റും മെന്റൽ ഹെൽത്തിൽ ഉണ്ടെങ്കിലും അവിടെ കയറി ചെല്ലാൻ തന്നെ ആൾക്കാർക്ക് ഇപ്പോഴും മടിയുണ്ട്. മോസ്റ്റ് നേരത്തെ ഉള്ളതിനേക്കാളും ഒത്തിരി ഡിഫറൻസസ് ഉണ്ടെങ്കിലും സ്റ്റിൽ there is stigma, and that's the reason why I am heartfully thankful to you all that you have been present here to advocate on mental health.